നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത്. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയാണ്. ഒരു വീടിൻ്റെ 1-ാം നില വരെ വെള്ളം കയറിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള മഴ നിർത്താതെ പെയ്യുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് വെള്ളം ഒഴുകി കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കത്തില്ലാത്ത അവസ്ഥകളിലേക്കൂടെയാണ് കണ്ണൂർ ജില്ല പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടുകൂടി മഴ ഇനിയും ശക്തമാകും, അല്ലെങ്കിൽ കൂടുതൽ കനക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലായിരിക്കുകയാണ്. ഒരു ഇടതടവില്ലാതെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന കണ്ണൂർ ജില്ലയുടെ പല മേഖലകളിലും ശക്തമായിട്ട് തന്നെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ജില്ലയിൽ ഈ പല പ്രദേശങ്ങളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മഴ കൂടുതൽ ശക്തമായതോടുകൂടി തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കത്തില്ലാത്ത അവസ്ഥയുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കൊണ്ട് തന്നെ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നായ്ക്കൾക്കുൾപ്പെടെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യം, വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മഴയിൽ ഈ ഒരു പ്രദേശത്ത് കണ്ണൂർ ജില്ലയിലാണ് ഒരു മതിൽ ഇടിഞ്ഞു വീണ് ഒരു വിദ്യാർത്ഥി വലിയ രീതിയിൽ അതിസാഹസ്യമായിട്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റും. നേരിയ ഒരു രക്ഷപ്പെടലായിരുന്നു അത്. എന്നിരുന്നാൽ പോലും പലയിടങ്ങളിലും മഴ കൂടുതൽ ശക്തമായതുകൊണ്ടും ഇനി അങ്ങോട്ട് മഴ കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ജാഗ്രത പാലിക്കണം. അധികൃതർ പറയുന്നതനുസരിച്ച് മാറി താമസിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നും 4 ജില്ലകളിൽ തീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതിതീവ്ര മഴയ്ക്ക് ഇന്നും സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇത് കൂടാതെ തന്നെ മീൻകൂടുകൾ ഒലിച്ചുപോയി. കണ്ണൂരിൽ മീൻകൂടുകൾ ശക്തമായുള്ള മഴയിൽ ഒലിച്ചു പോകുന്നതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 40 മീറ്റർ ഉയരം നിന്ന് മണ്ണിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീണു. അതും ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ശക്തമായിട്ടുള്ള മഴയെ തുടർന്നാണ് മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് സംസ്ഥാന പാതയിലേക്ക് വീണത്. ഇത് തന്നെയായാലും എല്ലായിടവും വെള്ളമാണ്. വെള്ളം കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ണൂരും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലൊക്കെ. ഇതിനായാലും ജാഗ്രത പാലിക്കുക, അതീവ ജാഗ്രത പാലിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.